ഹായ്, സോ ഗുഡ് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി നല്ല പ്രതീക്ഷയിൽ ഇതിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മലൈക്കോട്ടെ വാലിബൻ്റെ റിലീസ് ടീസർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി ഇറക്കി വിട്ടേക്കുന്നു. സീരിയസ്ലി, ഞാൻ മാത്രം ഒരിക്കലും ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പം ഇങ്ങനൊരു ടീസർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അതും പടം റിലീസാവുന്നതിൻ്റെ തലേ ദിവസം. ഞാനിങ്ങനെ വേറൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇത് പൊങ്ങി വന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ടീസർ കാണാം, അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതിനും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ടീസറിലേക്ക് കിടക്കാം. LJP என்ன பண்ண போற நீங்க? കേളുമല്ലൻ, മാങ്ങോട്ടുമല്ലൻ, ഇതാര്? ചമതകൻ. നിന്നെ കിടത്തി വലിച്ചു കൊണ്ടുപോവാൻ കുറച്ച് പനയോല വെട്ടിവെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇരുമുള്ളിന്റെ തടി ഈ നാട്ടിലില്ലെന്ന് കേട്ടു. പോര് കഴിഞ്ഞ് പോകുമ്പോ അമ്മയ്ക്ക് കുത്തിപ്പിടിക്കാൻ മകന്റെ നട്ടലൂരി തരാം. ഡയലോഗ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലീസ് ടീസർ എടുത്തിട്ട് റിയാക്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നാളെ എന്തായാലും പടം റിലീസാവാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും അത് കണ്ടതിന് ശേഷം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്നൊക്കെയായിരുന്നു പ്ലാന്. പക്ഷേ നമ്മൾ ഓൾറെഡി എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, വളരെ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണ് ഈ ഒരു സിനിമ ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തലക്കടിച്ചിട്ട് ഈ ഒരു ടീസർ എടുത്തിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് പൊക്കി പിടിച്ചുകൊണ്ട് വന്നത്. പ്രത്യേകിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടനെയൊക്കെ നമ്മൾ വേറൊരു റേഞ്ചിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതും LJPയുടെ പടത്തിൽ എന്നുള്ളൊരു സ്പെഷ്യാലിറ്റിയും കൂടിയിട്ട് ആക്ച്വലി ഉണ്ട്. ഇത് ഞാൻ വെറുതെ പറയണതല്ല കേട്ടോ, വളരെ ഓണസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു മമ്മൂട്ടി ഫാനാണ്, ബട്ട് സ്റ്റിൽ ലാലേട്ടനെ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലും കൂടി നമുക്ക് കാണാനുള്ള ഒരു സാഹചര്യം LJP ഇതിൻ്റെ അകത്ത് ഒരുക്കിയിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു സ്റ്റാറിനെയും ഒരു ആക്ടറിനെയും ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഒരിക്കലും ഇത് കംപ്ലീറ്റ്ലി ഒരു മാസ് സിനിമയാണ്, ലാലേട്ടൻ്റെ അട്ടിപ്പടമാണ് എന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല കേട്ടോ പോകുന്നത്. ആരും അങ്ങനെ പോകരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൾക്കാർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും ഇത് എങ്ങനെയുള്ളൊരു പടമാണെന്നുള്ളത്. ഓഫ് കോഴ്സ് അടിപിടി പരിപാടികളൊക്കെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇമോഷണൽ എലമെൻസും കൂടിയിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ടിനു പാപ്പച്ചനാണെങ്കിലും നമ്മുടെ LJP ഒക്കെ ആണെന്നുണ്ടെങ്കിലും പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഓൾറെഡി സെറ്റാണ്. എന്തായാലും നമ്മളെ LJP നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ബിക്കോസ് മൂപ്പരുടെ ഇതിന് മുമ്പുള്ള വർക്ക്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ട്രെയിലറും പിന്നെ ഈ ഒരു ടീസറും മൊത്തത്തിലുള്ള പോസ്റ്റേഴ്സും എവരിത്തിങ് കണ്ടിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് നാളെ ആയിട്ട് ഇത് തിയേറ്ററിൽ നിന്ന് കാണാനുള്ള കൊതിയോട് കൂടിയിട്ടാണ് ആക്ച്വലി ഇരിക്കുന്നത്. പിന്നെ ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെ പരിപാടികളൊക്കെ കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആണ്. അത് മാത്രമല്ല, ഈ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഈ വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇതിൻ്റെ അകത്ത് ടീസറും ട്രെയിലറൊക്കെ കണ്ടോർത്തോളം നല്ല കിടിലനായിട്ട് വിഷ്വലി ഭയങ്കര പടച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. വേറെ ലെവലിൽ ഇതിൻ്റെ അകത്ത് വിഷ്വലി നമുക്ക് കാണുമ്പോൾ എന്ത് രസമാണ്. അത് ഒരു പുതുമ എന്ന് പറയുന്നൊരു സംഭവമാണ്. അങ്ങനെ ഒരു പുതുമ LJPക്ക് ഇതിലൂടെ നമ്മുടെ മുമ്പിലേക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ എന്തായാലും മുമ്പ് പറഞ്ഞൊരു സംഭവം തന്നെയാണ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അതായത് പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. LJP മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതിന് മുമ്പും പറഞ്ഞിട്ടതാ, വീണ്ടും പറയാം. നമ്മൾ കാണാൻ ആഗ്രഹിച്ച പരിപാടി അല്ല മൂപ്പര് നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്. നമ്മൾ എങ്ങനെ കാണണം എന്ന് പുള്ളി ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ അതാണ് നമ്മുടെ മുമ്പിലേക്ക് LJP തരുന്നത്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കൊരു ഫ്രഷ്നെസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഇപ്പോൾ സിനിമ ഭയങ്കരമായിട്ട് ഗ്രോസ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ മാറ്ററാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ കളക്ഷൻസ്, ഇറ്റ്സ് അബൌട്ട്
the art, it's about the art, it's about the cinema, it's about the new experience എന്നുള്ള സംഭവമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ 100% പ്രതീക്ഷയിലാണ് ആക്ച്വലി ഇരിക്കുന്നത്. അതെന്തായാലും ഈ സിനിമ നമ്മുടെ മുമ്പിലേക്ക് തരും, LJP തന്നിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള കാസ്റ്റിങ്ങും പരിപാടിയൊക്കെ ആണെങ്കിലും ഹരീഷ് പേരടിയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം പുള്ളിയും ഇതിൻ്റെ അകത്ത് ഭയങ്കരമായ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും പെർഫോമൻസ്, LJPയുടെ പടമായതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും പെർഫോമൻസ് കാണാനുള്ളൊരു അവസരവും കൂടിയിട്ട് ആക്ച്വലി ഉണ്ട്. അപ്പം ഞാൻ ഈ നടനൊക്കെ ഞാൻ ഭയങ്കര ഭ്രാന്തനാണ്, സിനിമാ ഭ്രാന്തനാണ്, അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് പണ്ടാറടങ്ങി നടക്കുന്നവരൊക്കെ ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ഏത് നടന്മാർ ചെയ്യുകയാണെങ്കിലും എനിക്ക് അത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് അത്തരത്തിലുള്ള സിനിമകളാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം, ഇപ്പം ഒരുപാട് നാളറിയാം ലാലേട്ടൻ കുറേ ഫ്ലോപ്സും തന്ന് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഇരിക്കുന്നൊരു അവസ്ഥയാണ്. ഒരു ലെജൻഡിൻ്റെ അവസ്ഥയായിരുന്നു കുറച്ച് നാളുകളായിട്ട് കംപ്ലീറ്റ്ലി ഫ്ലോപ്പായിട്ട്. അപ്പോൾ നേരിലൂടെ വന്നു, അത് ഗംഭീര ഹിറ്റായി. അതിന് ശേഷം ലാലേട്ടനെ നമ്മൾ വേറൊരു രൂപത്തിലും വേറൊരു ഭാവത്തിലും ഒക്കെയാണ് ഈ ഒരു സിനിമയിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നേരിനെക്കാട്ടിലും ഉള്ള വേറെ ലെവൽ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ ഓഡിയൻസ് ആക്ച്വലി ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഫൈറ്റ്സ് ഉണ്ട്. ലാലേട്ടൻ്റെ ഇൻട്രോ കണ്ടു കഴിഞ്ഞാൽ തിയേറ്റർ കുലുങ്ങും, നമ്മൾ ഞെട്ടും എന്നൊക്കെയാണ് ടിനു പാപ്പച്ചൻ പറയുന്നത്. അപ്പോൾ ഫൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിതിന് മുമ്പ് കണ്ട സിനിമകളിലെ ഫൈറ്റുകളോ അല്ലെങ്കിൽ ഒരു സാധാ പരിപാടികളോ ഒന്നും അല്ല ഈ ഒരു സിനിമയ്ക്കകത്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഫൈറ്റ് കോറിയോഗ്രാഫി ഒക്കെ ആണെന്നുണ്ടെങ്കിലും എവരിത്തിങ്, അതിന് ലാലേട്ടനൊക്കെ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും കാര്യമായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, കുറച്ച് നേരം കൂടിയിട്ടല്ലേ ആക്ച്വലി ഉള്ളൂ, വെയിറ്റ് ചെയ്യാം. ഫൈറ്റും പരിപാടികളൊക്കെ ആ ഒരു ഒക്കെ കാണാനുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ്. നിങ്ങളെല്ലാവരും എത്ര മണിത്തെ ഷോ? ഞാൻ ആക്ച്വലി 11:15 ഷോവിനാണ് പോകുന്നത് രാവിലെ. ഫാൻ ഷോ ഉണ്ടെന്നുള്ള കാര്യം അറിയാമായിരുന്നു, പക്ഷേ രാവിലെ പോകാനുള്ളൊരു സാഹചര്യമില്ല, വേറെ കുറേ തിരക്കുകളും പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നാളെ സിനിമ കണ്ടിട്ട്, ഏതായാലും നമ്മൾ പ്രതീക്ഷ പോലെയൊക്കെ വരട്ടെ, ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ. എന്തായാലും നാളെ പോയി വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്തായാലും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയൊക്കെ വേറെ റേഞ്ചിൽ പോകും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. പോസിറ്റീവ് വരട്ടെ. നാളെ സിനിമ കഴിഞ്ഞ് വന്നിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റട്ടെ, എക്സൈറ്റഡ് ആയിട്ട് തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റ് റിവ്യൂവേഴ്സിനും ആശംസ നൽകുകയാണ്. അങ്ങനെ എല്ലാവർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റട്ടെ, കാണുന്ന എല്ലാ ആൾക്കാർക്കും നല്ലത് പറയാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. അത്ര ഒരു ഗംഭീര പ്രസൻ്റ് ആവട്ടെ. Come on, welcome back ലാലേട്ടൻ, the brand.